അനിയത്തിക്ക് സുഖമില്ലാതിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവളെ കാണാൻ വേണ്ടി ഞാൻ ആലോചിക്കുന്ന പോയതാണ്. അപ്പോൾ കുറേ ദിവസമായി വയ്യാതിരിക്കുകയാണ്. കേക്കിൻ്റെ തിരക്കൊക്കെ ഉണ്ടെങ്കിലും എന്നാലും അവളെ പോയി ഒന്ന് കണ്ടിട്ട് വരാമല്ലോ എന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി അത്യാവശ്യമായിട്ട് എന്തോ ജോലി എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോയി. ഞാൻ അവിടെ സത്യം പറഞ്ഞാൽ പോസ്റ്റായി കേട്ടോ. കുറേ നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് എനിക്ക് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് വരാൻ കുറച്ച് തിരക്കുണ്ടടി, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അവിടെ കുറേയധികം സാധനങ്ങൾ ഇരിപ്പുണ്ട്, എനിക്ക് വേണ്ടാത്തത് നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ നോക്കി എടുത്തുകൊണ്ട് പോയിക്കോ, നിനക്ക് വേണ്ടിയത് എന്ന് പറഞ്ഞു. ആഹാ, കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളെന്ത് ചെയ്തു, എല്ലാം തപ്പിപ്പറക്കാൻ തുടങ്ങി. ഇതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് തന്നെ പോയി ഓരോ സ്ഥലങ്ങളിൽ നിന്നായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഷോപ്പിംഗ് കൂടുതലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇങ്ങനെ ചുറ്റി നടന്ന് അങ്ങനെ ലുലുവിലും പോത്തീസിലും ഒക്കെ ഞങ്ങളങ്ങനെ പോകാറുണ്ട്. ആലുവ മണപ്പുറത്തും എല്ലാം ഞങ്ങളങ്ങനെ പോകാറുണ്ട്. അങ്ങനെ പോയി വാങ്ങിച്ചാണ് ഈ സാധനങ്ങളിൽ മിക്കതും. കുറേയധികം മൺപാത്രങ്ങൾ, അതേപോലെ തന്നെ എന്താ പറയുന്നത്, നല്ല കളർഫുള്ളായിട്ടൊക്കെയുള്ള കപ്പുകൾ. ഈ കപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, അതിൻ്റെ ആ ഗനാഷ് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെ, കേക്കിൻ്റെ മേളിൽ നിന്ന് ഒഴുകി കിടക്കുന്ന പോലെ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള കുറേ കപ്പുകളുണ്ടായിരുന്നു. പിന്നെ കുറേ ഭരണികൾ, അതെല്ലാം ഞാനിങ്ങനെ തേടിയെടുത്ത് വെച്ചു. ഓക്കെ, അവൾ വന്നിട്ട് ചോദിക്കുക ഇതിലേതൊക്കെയാണ് വേണ്ടാത്തതെന്ന്. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാം തന്നെ അവൾക്ക് വേണ്ടാത്തതായിരിക്കുമല്ലോ. പിന്നെ കുറേ ചെരുപ്പുകളാണ് ഉണ്ടായിരുന്നത്. പുള്ളിക്കാരി ഇതൊന്നും എന്നല്ല, ഒരു തവണ തന്നെ ഇടുമോ എന്നുള്ളത് സംശയം. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇട്ടിട്ട് അവിടെ എടുത്ത് മാറ്റി വെക്കും. സ്കെച്ചേഴ്സിൻ്റെയൊക്കെ പോലെ നല്ല വിലയുള്ള ചപ്പലുകളൊക്കെയാണ്. ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ ഇടില്ല. അവളിങ്ങനെ ഒത്തിരി ഫാഷനബിളായിട്ടോ അങ്ങനെ ഒന്നും നോക്കുന്ന ആളല്ല. അവൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവൾ കൂടുതലും ഇടാറുള്ളൂ. ഇതിപ്പം കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ ഒരു വെള്ള കളർ ഷൂ വാങ്ങിയിട്ടുണ്ടെടി എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ ഡെയിലി ഒരു തവണയെങ്കിലും ഫോൺ ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ വിശേഷങ്ങളും ഒരാൾ വാങ്ങിച്ചാൽ മറ്റേ ആൾക്ക് പറഞ്ഞു ഇന്ന സാധനം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വാങ്ങാറുണ്ട്. അപ്പോൾ ഈ ചെരുപ്പൊക്കെ നല്ല റേറ്റ് വന്നിട്ടുള്ളതാണ്. അവളൊരു ഫംഗ്ഷൻ ഇട്ടിട്ടുള്ളതേ ഉണ്ടാവുകയുള്ളൂ. എല്ലാം ഒരു 2000-3000 വില വരുന്ന അങ്ങനെയുള്ള ചെരുപ്പുകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇനി അവൾ ഇടത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് പിന്നെ ഇതും അങ്ങ് എടുത്തുകൊണ്ട് പോയേക്കാമെന്ന് വെച്ചു. ഇതിനിടയ്ക്ക് പിന്നെയും വിളിച്ചപ്പോഴാണ് അവൾ പറഞ്ഞ കബോർഡിലൊരു ഡ്രസ്സ് ഇരിപ്പുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി ഒരു കോട്ടൺ കുർത്തിയും പാൻറ്റും ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. എന്നാൽ പിന്നെ ഇതും അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഒരു മനസ്സുഖം, അല്ലാതെ എന്താ. അടുത്തത് നമ്മൾ തിരിഞ്ഞത് അവളുടെ കോസ്മെറ്റിക് റേഞ്ചിലേക്കാണ്. സാധാരണ ഇതെല്ലാം വാങ്ങിച്ച് വെക്കും എന്നുള്ളതിൽ പുള്ളിക്കാരി ഇടില്ല. പിന്നെ അവൾക്കെന്ന് പറഞ്ഞാൽ അവളുടെ സ്കിന്നിന് എൻ്റെ സ്കിന്നിന് നല്ല വ്യത്യാസമുണ്ട്. അവൾക്ക് പെട്ടെന്ന് അലർജിക്ക് ആവുന്ന ടൈപ്പ് സ്കിന്നാണ്. അപ്പോൾ എനിക്ക് നോർമൽ സ്കിന്നാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനത്തേതൊക്കെ അവൾക്ക് പറ്റാത്തതൊക്കെ അല്ലെ അവൾ ഉപയോഗിക്കാത്തതൊക്കെ ഇതുപോലെ സെറംസൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ട് പോരും, യൂസ് ചെയ്ത് നോക്കും. എനിക്ക് കുഴപ്പമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് തുടർന്ന് യൂസ് ചെയ്യും. അല്ലാത്തതൊക്കെ അങ്ങനെ ഡിസ്പോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് വെക്കുക എന്നുള്ളത് അവളുടെ ഒരു പ്രത്യേക അസുഖം തന്നെയാണ്. മിക്കതും ഇങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യും, പക്ഷേ പുള്ളിക്കാരി ഒന്നും യൂസ് ചെയ്യില്ല. ഈ കമ്മലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോയി മേടിച്ചതാണ്. നമുക്ക് വേണമെന്ന് പറഞ്ഞ് തന്നെ വാങ്ങിച്ചതാണ്. പക്ഷേ പുള്ളിക്കാരി ഒരു തവണ പോലും അത് ഇട്ടിട്ടില്ല. പിന്നെ ഈ ബോഡി ബട്ടറും അവൾ വാങ്ങിച്ച് വെച്ചിരുന്നതാണ്. നല്ലതാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പക്ഷേ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ അത് എടുത്തേക്കാം എന്ന് വെച്ചു. വെറുതെ ഇങ്ങനെ വെച്ച് അവിടെ കളയുന്നതിലും നല്ലത് ഒന്നിൽ ഞാൻ ഇവിടെ നീലോ ആരെങ്കിലും യൂസ് ചെയ്യും. ചിലപ്പോൾ യൂസ് ചെയ്യും, ചിലപ്പോൾ യൂസ് ചെയ്യൽ ഇഷ്ടം. അത് ഇട്ടിട്ട് എങ്ങനെ എന്ന് നോക്കിയിട്ടായിരിക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എന്തോ ബോഡി മിസ്റ്റ് എന്താ ഉണ്ടായിരുന്നു, അതും എല്ലാം എടുത്ത് നോക്കി. അപ്പോൾ അവൾക്ക് മണം ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് തരും. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതിൽ അവൾക്ക് മണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കൊടുക്കും. എനിക്കിഷ്ടമില്ലെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിയറ്റ്നാം പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഭയങ്കര തണുപ്പിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിയിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർക്ക് അവൾ 2 കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജലദോഷമൊക്കെ ഉള്ളപ്പോൾ സിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ നല്ല അടിപൊളി സംഭവമാണ്. നമ്മൾ ഒട്ടും കാറ്റൊന്നും കയറത്തില്ല, നല്ല സുഖമാണ്, നല്ല ചൂടാണ്, നല്ല കംഫർട്ടബിളാണ്, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇതുകൂടെ എടുത്തേക്കാമെന്ന് വെച്ചു. ഞങ്ങൾ രണ്ടുപേരും ചെറിയ പ്രായം തൊട്ടേ വായിച്ച് വളർന്നവരാണ്. അന്ന് പിന്നെ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മിക്കവരും അങ്ങനെ ബുക്കുകളൊക്കെ വായിച്ചിരുന്നവരാണെന്ന് തോന്നി. ഇപ്പോൾ ആർക്കും സമയമൊന്നുമില്ല. അവൾക്കിപ്പോൾ പ്രത്യേകിച്ച് സമയമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ബുക്സൊക്കെ കാണുമ്പോൾ വാങ്ങാറുണ്ട്. അതേപോലെ അവൾക്ക് കുറേ ബുക്സുകൾ ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് നീ എന്നാൽ ബുക്കുകളും കൂടെ എടുത്തു. അവൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ എടുത്തുകൊണ്ട് പോരും. അപ്പോൾ എൻ്റെ ബുക്കുകൾ അവൾ അങ്ങോട്ടും കൊടുക്കാറുണ്ട്. അതേപോലെ അവളുടെ ബുക്കുകൾ ഞാനും എടുത്തുകൊണ്ട് പോരാറുണ്ട്. സാധാരണ പുറത്താരും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ബുക്കുകൾ കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടാത്തൊരു സംഭവമാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നീ എൻ്റെ ആ ബുക്ക് തന്നില്ല, ഈ ബുക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കുമെങ്കിലും
അവിടെ ഇവിടെ സംഭവം സേഫാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ബുക്കിനെ പറ്റിയൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കേടി എങ്ങനെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. അവളെന്നെ ചീത്ത വിളിക്കും, തിരക്കിനിടയിലാണ് ഇവിടെ വിളിച്ച് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബുക്കും നല്ലതാണോ എന്നൊക്കെ ചോദിച്ച് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ കുറേ ചെടികൾ, നല്ല അടിപൊളി ചെടികൾ. ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഇത്രയൊക്കെ വാരി കെട്ടി പൊതിഞ്ഞതല്ലേ, എന്നാൽ പിന്നെ ഇവന്മാരെയും കൂടെ കൊണ്ടുപോയേക്കാമെന്ന് വെച്ചു. ഇതിൽ കുറേയൊക്കെ അവൾ എൻ്റെ അടുത്തു നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അവിടുത്തെ എൻ്റെ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും, അതുപോലെ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ അതെല്ലാം വാരിയെടുത്ത് കുറേയൊക്കെ വണ്ടിയുടെ ഡിക്കിയിൽ കയറ്റി, ബാക്കിയൊക്കെ കുറേ മുൻവശത്തും ആക്കി ഇങ്ങനെ ഞാനിപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കൂടപ്പുറപ്പിൻ്റെയോ അല്ലെ നമ്മുടെ അമ്മയുടെയൊക്കെ വീട്ടിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ ഇടപ്പള്ളിക്ക് ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഇതുപോലെ ഓരോന്ന് ചോദിക്കാതെ എടുത്തുകൊണ്ട് വരാൻ പറ്റിയ കൂടപ്പുറപ്പുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.